കേരളത്തിലാകെ കൃഷ്ണപിള്ള ദിനത്തിൽ കിടപ്പ് രോഗികളെ സന്ദർശിക്കാൻ പാലിയേറ്റീവ് പ്രവർത്തകന്മാരും പാർട്ടി പ്രവർത്തകന്മാരും ഇന്ന് രാവിലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ്. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള പരിചരണവും ആവശ്യമായ ചികിത്സയും ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് കൃഷ്ണപിള്ള. അദ്ദേഹം 1940കളിൽ വസൂരി ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ പിടികൂടിയപ്പോൾ അക്കാലത്ത് മരണം മാത്രമായിരുന്നു ആ രോഗം പിടികൂടിയാൽ ഉണ്ടാവുന്ന ഭാവി. പലരും പകർച്ചവ്യാധി ആയതുകൊണ്ട് രോഗികളുടെ അടുത്ത് പോവില്ല. പക്ഷേ കൃഷ്ണപിള്ള അത്തരം രോഗികളെ ചുമലിലേറ്റി ആശുപത്രിയിലെത്തിച്ച സന്നദ്ധ സേവന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റാണ്. ആ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് കേരളത്തിൽ എല്ലായിടത്തും പാർട്ടി പ്രവർത്തകന്മാരും പാലിയേറ്റീവ് പ്രവർത്തകരും കിടപ്പ് രോഗികളെ സന്ദർശിക്കുകയും പരിചരണവും ചികിത്സയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത്. കണ്ണൂരിൽ കേരളത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് IRPC, ഇനീഷ്യേറ്റീവ് ഫോർ റിഹാബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടനയ്ക്ക് സർക്കാരിൻ്റെ നിരവധി അംഗീകാരം കിട്ടിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. IRPCയുടെ പ്രവർത്തകന്മാരും പാർട്ടി പ്രവർത്തകന്മാരും ഡോക്ടർ അടക്കമുള്ള ഒരു ടീമാണ് കണ്ണൂരിൽ പാറക്കണ്ടി, കാനത്തൂർ മേഖലയിലുള്ള കിടപ്പ് രോഗികളെ ഇപ്പോൾ സന്ദർശിക്കാൻ പോകുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിൽ എത്തിയിട്ടുള്ളത്. ഒരൊറ്റ കാര്യം, ഈ കത്ത് വിവാദത്തിൽ വ്യവസായി തൻ്റെ ആരോപണങ്ങൾ ഉറച്ചേക്കാണ്. അയാളുടെ കൂടുതൽ തെളിവുകളുണ്ട്, പുറത്തുവിടും, നേതൃത്വം നിഷേധിക്കപ്പോൾ പോലും അയാൾ മറ്റേ രാജേഷിനെതിരായിട്ടുള്ള തെളിവല്ലേ നിരത്തട്ടെ. രാജേഷ് ഇയാൾക്കെതിരായിട്ടും പറയുന്നുണ്ട്. രണ്ടാളുകളും അന്യോന്യം വിഴുപ്പലക്കുമ്പോൾ പാർട്ടിക്ക് എന്ത് ചെയ്യാനാണ്? അതേ, അത് രാജേഷിനെതിരായി ഇയാൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ഇയാൾക്കെതിരായി ഇയാളെ ഭാര്യ ആരോപണം ഉന്നയിക്കുന്നു. കോടതിയിലുണ്ട്. കോടതി ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചയാൾക്കെതിരായി 2,20,00,000 രൂപ 6 മാസത്തിനകം ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് ഉത്തരവുണ്ട്. ഭാര്യയ്ക്കും കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് 10,000 ഉറുപ്പ്യ വീതവും കുട്ടികൾക്ക് 10,000 ഉറുപ്പ്യ വീതവും കൊടുക്കണമെന്നുള്ള ഉത്തരവും വന്നിട്ടുണ്ട്. അത് ആദ്യം നടപ്പാക്കട്ടെ. അതോടൊപ്പം രാജേഷ് 10 കോടി ഉറുപ്പ്യ മാനനഷ്ടത്തിന് കേസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. ഈ മാനനഷ്ട കേസിന് ശേഷം ഈ പറഞ്ഞ ഷിറേഷ് ഇപ്പോൾ തലശ്ശേരി കോടതിയിൽ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം മാനമുള്ളവരാണല്ലോ എല്ലാവരും. അപ്പോൾ അവർ അന്യോന്യ മാനനഷ്ടത്തിന് കേസ് കൊടുത്തതാണ്. ആദ്യം വേണ്ടത് ആ സ്ത്രീക്ക് ജീവനാംശവും കൊടുക്ക്, കുട്ടികൾക്ക് ചെലവിനും കൊടുക്ക്. ആ 2,20,00,000 രൂപ കോടതി ഉത്തരവ് പ്രകാരമുള്ളതും കൊടുക്കുകയും ചെയ്യും. വ്യക്തികളല്ലാതെ വേറെ എന്ത് പ്രശ്നമാണ്? പാർട്ടിയുടെ ഒരു നിങ്ങളിത് ആരെയാ ഈ കൂരിരുട്ടിൽ നിന്ന് കരിമ്പൂച്ചിയെ തപ്പാൻ നോക്കുന്നത്? ഏത് പാർട്ടി നേതാവ്? ഞാനല്ലേ ഇവിടെയുള്ള ഒരു പാർട്ടി നേതാവ്. ഞങ്ങളൊരറ്റയാളെയും ഭയപ്പെടുന്നില്ല, ഒരറ്റയാളെയും ഭയപ്പെടുന്നില്ല. കൈ ശുദ്ധമാണെന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ. പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആളെ നിങ്ങൾ കുറേ പത്രവും ചേരലും ഉപയോഗിച്ച് ശരിപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങൾ ഒരാൾ പറഞ്ഞത് വെച്ച് നിങ്ങൾ കൊടുത്തു നോക്കുമ്പോൾ മറ്റേയാൾ മാനനഷ്ടത്തിന് കേസും കൊടുത്ത് ആദ്യം ആ സ്ത്രീൻ്റെ കൂടിയെങ്കിലും പോട്. ആ സ്ത്രീക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കണ്ട. വിവാദത്തിന് പിന്നിലെ കണ്ണൂരിലെ ഒരു പാർട്ടി നേതാവാണെന്ന് പറയുന്നുണ്ടോ? ഞാനല്ലേ പാർട്ടി നേതാവ്? ഞാനാണ് പാർട്ടി നേതാവ് എന്ന്. പിന്നെ എന്ത് നേതാവിനെ പറ്റി പറയുന്നത്? പച്ചക്കള്ളം പറയുന്നത് അല്പായുസ് മാത്രമാണ്. ഒരു പാർട്ടി നേതാവും ഇല്ല, ഒരു പാർട്ടി നേതാവിന് ഒരു പങ്കില്ല. എല്ലാവരും ജനങ്ങളോടൊപ്പമാണ്. ഒരു പ്രശ്നവും ഇല്ലാന്ന്, ഒരു പ്രശ്നവും ഇല്ല, ഒരു കാര്യവുമില്ല. ആദ്യം ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് സഹായിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാത്തത് ചെലവിന് കൊടുക്കണമെന്നല്ലേ പറയുക? ആദ്യം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കട്ടെ എന്ന്, 10,000 ഉറുപ്പ്യ ജീവനാംശം കോടതി ഉത്തരവ് നടപ്പാക്കട്ടെ എന്ന്. അതുകൊണ്ട് രാജേഷ് ഇപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. ഷെറീഷ് മാനനഷ്ടത്തിന് മറ്റൊരു കേസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാളുകൾ തമ്മിലുള്ള തർക്കത്തിൽ നിങ്ങൾ എന്തിനാണ് കക്ഷി ചേരുന്നത്?
അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. മാനനഷ്ടത്തിന് അയാളും കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. ഇതൊരു പാർട്ടി പ്രശ്നമല്ല. പാർട്ടിയുടെ ഒരു നേതാവിനും ഒരു തെറ്റായ വഴിക്കും ഈ കാര്യങ്ങളിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ല. പിന്നെയല്ലേ പാർട്ടിക്ക് ഭയപ്പെടേണ്ടത്. ലോക കേരള സഭയിൽ ആരെല്ലാം വന്നിട്ടുണ്ട് എന്ന്, ലോക കേരള സഭയിൽ വന്ന ചിലർ പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്ന്. അതല്ല ഇപ്പൊ നോക്കാൻ പോയാലെങ്ങനെയത്. ശരി, ഏത് പാർട്ടി നേതാവിൻ്റെ മോന്? ഒരൊറ്റ പാർട്ടി നേതാവിൻ്റെ മകനും തമ്മിൽ ഒരു പ്രശ്നവും ഇതിൻ്റെ അകത്തില്ല. വെറുതെ നിങ്ങൾ ഇരുട്ടിൽ പൂച്ചിയ തപ്പലാണ്. മാധ്യമങ്ങൾ വഴിതെറ്റിപ്പോയി. നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടിയിരുന്നത് ഈ ഷർഷാദിൻ്റെ പരാതികളാണെങ്കിൽ ആദ്യം ഭാര്യ കൊടുത്ത പരാതി ഒന്ന് നോക്ക്, കോടതിയിലെ വിധി നോക്ക്. രാജേഷ് മോശക്കാരനാണെങ്കിൽ കോടതിയിൽ നിന്ന് വിധി വരട്ടെ. മമ്മൂട്ടിക്കെതിരായി പോലും അതിൻ്റെ അകത്തുണ്ട് ആ കത്തിൽ. മഹാനടൻ മമ്മൂട്ടിക്കെതിരായി പോലും പറഞ്ഞിട്ടുണ്ട്. ആർക്ക്? എനക്ക് പാർട്ടി താല്പര്യം. മമ്മൂട്ടിക്കെതിരായിട്ട് പരാതി കൊടുത്തിയ ആളല്ലേ. ഇനിയിപ്പം നാളെ നിങ്ങൾക്കെതിരായി വല്ലതും വരാതിരിക്കാൻ നോക്കിക്കോ. ശരി. മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ. ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ ഇരിട്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപനം. അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റിൽ 100% വിജയത്തിളക്കവുമായി MG-ITI. ഇരിട്ടി മേഖലയിൽ ആദ്യമായി NCVT അഫിലിയേഷൻ നേടിയ ITI. അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ. MG-ITI, a unit of Iriti Educational Society, permanently affiliated to NCVT Government of India. Scaling up the skill development efforts of India by outcome-focused training. Come, learn and grow with MG-ITI. നൂതന മെഷീനറികൾ ഉപയോഗിച്ചുള്ള ട്രെയിനിങ്. AutoCAD, ടോട്ടൽ സ്റ്റേഷൻ സർവേ. ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ. NCVTയുടെ നാഷണൽ ഗ്രേഡിംഗ് 2023 8 സ്റ്റാർ റേറ്റിംഗ് നേടിയ ITI. പുതിയ കരിയറിലേക്ക് കുതിക്കൂ MG-ITI യോടൊപ്പം. MG-ITI, a unit of Iriti Educational Society.